നൂർനാട് പള്ളിമുക്ക് ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരഭരണി ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി തറയിൽ കുഴിക്കാട്ട് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തി ഗോപികൃഷ്ണൻ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. വൈകിട്ട് 5-നും 5:30-നും മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് കൊടിയേറ്റ് നടന്നത്. കൊടിയേറ്റിനു ശേഷം കൊടിമരച്ചൂട്ടിൽ നിറവറ സമർപ്പണവും സോപാന സംഗീതവും അരങ്ങേറി. അത്താഴപൂജ, ദീപാരാധന, ശ്രീഭൂതബലി എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തി. കുത്തിയോട്ട ചുവടുംപാട്ടും, സോപാന സംഗീതം, അന്നദാനം, പൊങ്കാല, കെട്ടുത്സവം, പ്രസാദമൂട്ട്, കാഴ്ച ശ്രീബലി തുടങ്ങിയവയും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓണാട്ടുകാരുടെ എല്ലാ തനിമയും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് നൂർനാട് പള്ളിമുക്ക് ഭദ്രകാളി ക്ഷേത്രം. പ്രകൃതിരമണീയമായ ഈ ക്ഷേത്രത്തിലെ മകരഭരണി ഉത്സവം ഫെബ്രുവരി 1-ന് കൊടിയേറി 5-ാം തീയതി അവസാനിക്കുക. വനവാസകാലത്ത് അർജുനൻ പള്ളിവില്ല് വെച്ച സ്ഥലം എന്നാണ്, അതിൻ്റെ അർത്ഥത്തിലാണ് പള്ളിമുക്കം എന്ന് പറയപ്പെടുന്നത്. ഐതിഹ്യം അങ്ങനെയാണ്. പഞ്ചലോക വിഗ്രഹം ആയിരുന്നു. ഇപ്പോൾ ദാരുശില്പമാണ് ഇവിടെ പുതിയതായിട്ട് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം പണി കഴിപ്പിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അങ്ങനെ മകരം 1 മുതൽ ഫെബ്രുവരി 6 വരെയുള്ള ദിവസങ്ങൾ 1-ാം തീയതി കൊടിയേറ്റ്, ഫെബ്രുവരി 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ 6-ാം തീയതി ആറാട്ടും മകോത്സവവും, ഫെബ്രുവരി 5-ാം തീയതി മകരഭരണി ഉത്സവം, കെട്ടുകാഴ്ച, വിവിധ കലാപരിപാടികളോടുകൂടി എല്ലാ ദിവസവും അന്നദാനവും കൂടി വളരെ ഭംഗിയായാണ് ഈ ഉത്സവം ഇവിടെ. പ്രസിഡന്റ് ബി പ്രകാശ്, സെക്രട്ടറി പി ജനാർദ്ദനൻ നായർ, ഖജാൻജി അനിൽ പാറ്റൂർ, ഭാരവാഹികളായ ശരചന്ദ്രൻ, പ്രസാദ്, രാജേഷ് എസ്, അജയൻ പോങ്ങാട് തുടങ്ങിയവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.